ഒരു തൈ പ്രതിഷ്ഠിപ്പാൻ മണ്ണു വേണം, ഒരു കച്ചു വിളക്കിനും എണ്ണ വേണം, ഒരു നല്ല കാര്യം വരുത്തിയിടുവാൻ മനുഷ്യന് മനുഷ്യന്റെ സ്നേഹം വേണം. ഇത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ്. ഒരു തൈ നടണമെങ്കിൽ മണ്ണ് വേണം, ഒരു കൊച്ചു വിളക്കാണെങ്കിൽ പോലും അതിന് എണ്ണ വേണം. ഒരു നല്ല കാര്യം ഈ ഭൂമിയിൽ വരുത്തണമെങ്കിൽ മനുഷ്യന് മനുഷ്യന്റെ സ്നേഹം വേണം. അതൊരുപക്ഷെ 65 വയസ്സുവരെ ജീവിച്ച സവിശേഷമായ ഒരു മുസ്ലിം വിരോധത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലായിപ്പോയ, ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടാവാം, അബദ്ധത്തിലാകാം, തിരഞ്ഞെടുത്തതാകാം. ഇനി ചോദിക്കാൻ 65-കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനില്ല. അദ്ദേഹം RSSന്റെ വലിയ പ്രവർത്തകനായിരുന്നു. RSSന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പൊ നമ്മൾ ചാനലുകൾ തുറന്നാലും വാർത്തകൾ കേട്ടാലും എന്തു പറഞ്ഞാലും എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ടോ, വിശ്വാസങ്ങളുണ്ടോ, അടയാളങ്ങളുണ്ടോ, ഈ മുസ്ലിം സമൂഹത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി തുടരുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം അനാഥ മന്ദിരത്തിലായിപ്പോയ ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട ശരീരം ഏറ്റുവാങ്ങിയത് ആരാന്നറിയോ? ഇർഫാന ഇഖ്ബാൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കൌൺസിലറാണ്. അവരോടൊപ്പം വേറെ 2 സമാന പേരുകാരുമുണ്ട്. അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങി ആ മൃതദേഹം സംസ്കരിച്ചു. എന്നു മാത്രമല്ല, കടത്തിണ്ണയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന അദ്ദേഹത്തിന്റെ ആ അവസ്ഥ, ദയനീയാവസ്ഥ, അതാണ് നേരത്തെ ഉള്ളൂര് പറഞ്ഞത് പ്രസക്തമാവുന്നത്. ഒരു നല്ല കാര്യം വരുത്തിയിടുവാൻ മനുഷ്യന് മനുഷ്യന്റെ സ്നേഹം വേണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഈ ഭൂമിയിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും കൊണ്ടുവരുന്നില്ല. അത് കൊണ്ടുവരുന്നത് മുഴുവൻ നെഗറ്റിവിറ്റി മാത്രമാണ്. അത് കൊണ്ടുവരുന്നത് മുഴുവൻ നാശങ്ങളും നഷ്ടങ്ങളും മാത്രമാണ്. എത്ര വിരോധം പറയുന്നവരും ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ മറ്റിതര സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ സ്പർശിക്കാതെ, അവരുടെ സ്നേഹം സ്വീകരിക്കാതെ അവരിലൂടെ അല്ലാതെ കടന്നുപോകാനാവില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഓണവും പെരുന്നാളും ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറിപ്പെഴുതാൻ ഒരു കഥ ബാക്കിയാവുന്നത്. ആ കഥയിലേ അല്ല കാര്യം. കാസർഗോഡ് മീഞ്ചയിൽ 65 വയസ്സുവരെ പ്രായമുള്ള ആ മനുഷ്യൻ ഏതൊരു പ്രത്യയശാസ്ത്രത്തിലാണോ നിന്നത്, ആ പ്രത്യയശാസ്ത്രത്തിന്റെ എല്ലാ വിദ്വേഷങ്ങളും വെറുപ്പും ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ മരിച്ചു കഴിഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് അപരാധം പറയുന്നത് ശരിയല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന പലരെയും കാണുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. എന്താ ഒടുവിൽ സംഭവിക്കുന്നത്? എന്തിനെയാണോ വെറുക്കുന്നത്, അല്ലെങ്കിൽ വെറുത്തത്, വിദ്വേഷിച്ചത്, അവരുടെ കരങ്ങളാൽ അന്ത്യകർമ്മം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്തതല്ല മനുഷ്യർ. പിന്നെ അവിടെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് എന്താണെന്നറിയോ? ഇതിനെല്ലാം നടുവിൽ ഗാന്ധിജിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്, അത്രമേൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത കൊട്ടേഷൻ. യു മസ്റ്റ് നോട്ട് ലൂസ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി ഈസ് ആൻ ഓഷൻ. നിങ്ങൾക്കൊരിക്കലും ഈ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മഹാസാഗരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മാനവികത ഒരു മഹാസാഗരമാണ്. ഇഫ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ദി ഓഷൻ ബിക്കംസ് ഡേർട്ടി, ദ ഓഷൻ ഡസ് നോട്ട് ഫുള്ളി ബിക്കം ഡേർട്ടി. ഒരല്പം അതിൽ അഴുക്ക് കലർന്നു എന്ന് വിചാരിച്ച് കടൽ ഒരിക്കലും മുഴുവനായി അഴുക്കാവുന്നില്ല. ആ മാനവികതയിൽ ചെറിയ പുള്ളിക്കുത്തുകൾ വീണു എന്ന് വിചാരിച്ച് എന്നേക്കുമായി അതില്ലാതാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ സംഭവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിദ്വേഷത്തിന്റെയും നികൃഷ്ടതയുടെയും ഒക്കെ ഭാവത്തിൽ ഒരു സ്നേഹം ചേർത്ത് വെച്ച ഉള്ളൂർ പറഞ്ഞ അതേ സംഗതി തന്നെ വീണ്ടും ഓർത്തുകൊണ്ട് മനുഷ്യർക്കാകെയുള്ള ഒരു സന്ദേശമായി ഇത് സമർപ്പിക്കുകയാണ്.